ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ധനുഷ് അവന്തികയെ ഭീഷണിപ്പെടുത്തുകയാണ്. അവന്തികയെ നീ എന്നെ വട്ട് പിടിപ്പിക്കരുത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ തന്നെ ധനുഷ് അവന്തികയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നന്ദന്റെ അരികിലായതുകൊണ്ട് അവന്തികയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. നന്ദൻ കാണാതെ തന്നെ അവന്തിക ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. എനിക്ക് നിന്നെ കാണാൻ പറ്റിയ സാഹചര്യമല്ല. ജാമ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ നാളെ തന്നെ ഞാൻ ചെയ്യാം. റിമാൻഡ് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാകുമ്പോൾ നിനക്ക് ജാമ്യം കിട്ടുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തോളാം. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു, എനിക്ക് നിന്നെ ഒരു വിശ്വാസക്കുറവുമില്ല. ഈ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് അതത്ര സുഖമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് മനസ്സിൽ അത്രയും വാശിയുള്ളപ്പോ. നീ എന്നെ ഒന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി, ബാക്കി എനിക്കറിയാം എങ്ങനെ വേണമെന്ന്. ഇത് കേട്ട് അവന്തിക പറയുന്നു, അത് ഞാൻ ഏറ്റു. ഒരു കാര്യം ഞാൻ പറയാം, നീ ശിക്ഷ വാങ്ങി ഇനി ജയിലിലേക്ക് പോകേണ്ടി വരില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. ആ സമയത്താണ് അർച്ചന അവിടേക്ക് വരുന്നത്. അർച്ചനയെ കണ്ടപാടെ അവന്തിക ഫോൺ വെച്ചു. ജാമ്യത്തിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ അതോ മറ്റെവിടെങ്കിലും മാറ്റി പാർപ്പിക്കാനാണോ എന്ന് അർച്ചന അവന്തികയോട് ചോദിച്ചു. ജാമ്യത്തിലെടുക്കാനോ? ആരെ? നീ എന്ത് പിച്ചുവയ്യാ പറയുന്നത്? ഞാനൊരു കൂട്ടുകാരിയുമായി സംസാരിക്കായിരുന്നു എന്ന് അവന്തിക. ഓ, നിങ്ങളുടെ കൂട്ടുകാരി ഇപ്പോൾ ജയിലിലാണോ? എനിക്കറിയാം നിങ്ങൾ ആരോടാ സംസാരിച്ചെന്ന്. പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. അർച്ചന ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. ജാമ്യം കിട്ടുമായിരിക്കും. അവനെ വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ ആ വേല ഇപ്പോൾ തന്നെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു, നീ എല്ലാം കേട്ടെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ധനുഷിനെ ജാമ്യം എടുത്ത് പുറത്തിറക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യുക. ഇത് കേട്ട് അർച്ചന ദേഷ്യത്തോടെ തന്നെ മറുപടി പറയുന്നു, എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവനിപ്പോ ജയിലിൽ കിടക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഞാൻ എടുക്കുന്നില്ല. കാരണം ഏതോ ഒരാൾ തെളിവിന് കാരണമായിട്ടുള്ള ബിജുവും ധനുഷും ഒന്നിച്ചു നിന്ന ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു. ഇത് കേട്ട് അവന്തിക അർച്ചനയെ നോക്കുന്നുണ്ട്. അത് അവന്തിക തന്നെയാണ്. വിവാഹം മുടക്കണമെന്ന് എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ താല്പര്യമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അത് വന്നു നിൽക്കുന്നത് ദാ ഇങ്ങനെ മുഖാമുഖമാണെങ്കിൽ അന്ന് തീരും ധനുഷും അവന്തികയുമായിട്ടുള്ള ബന്ധം. നിങ്ങൾക്ക് വലിയൊരു വിചാരമുണ്ട്, നിങ്ങൾ ബുദ്ധിമതിയും ബാക്കിയുള്ളവർ ബുദ്ധി ഇല്ലാത്തവരുമാണെങ്കിലും. ഇത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതിനർത്ഥം ഇപ്പോഴും നിങ്ങൾക്ക് കാര്യ ഗൗരവമില്ല എന്നതാണ്. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വക്കീലിനെ കൊണ്ട് തന്നെ ധനുഷിന്റെ കേസ് വാദിക്കണം. എന്നിട്ട് അവനെ പുറത്തിറക്കുകയും വേണം. ഈ വീട് ഒഴിച്ച് മറ്റെവിടെയാണെങ്കിലും അവന് താമസിക്കാം. നിങ്ങൾക്ക് പഴയതുപോലെ അവനുമായിട്ട് ചേർന്ന് ഈ കുടുംബം എങ്ങനെ തകർക്കാമെന്നും ആലോചിക്കാം. അതിലൊക്കെ എനിക്കോ ഇവിടെയുള്ളവർക്കോ ഒരു കുഴപ്പമില്ല. കാരണം അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിച്ചിട്ട് അവര് നിങ്ങൾക്കും അത് പറ്റിയിട്ടില്ല. പിന്നെ അല്ലേ ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞോ നാടകം കളിച്ചോ അവനെ ഇവിടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹത്തിന്റെ അന്ന് നിങ്ങൾ അഭിനയിച്ച ഒരു ബോധക്ഷയമില്ലേ, അത് ശരിക്കും അന്ന് സംഭവിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാമെന്നും അർച്ചന പറയുന്നു. ഇത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നുണ്ട്. അർച്ചനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അവന്തികയാണ് ആ വീഡിയോ അർച്ചനയ്ക്ക് അയച്ചു കൊടുത്തതെന്ന്. ശേഷം മൂർത്തിയെ വിളിക്കാണ് അവന്തിക. എനിക്കൊരു അത്യാവശ്യമുണ്ട്, നീ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് വിട് എന്നാണ് അവന്തിക ഫോണിൽ സംസാരിച്ചത്. പിന്നീട് കാണിക്കുന്നത് അർച്ചന കിടന്നു. സച്ചി എവിടേക്ക് വന്നപ്പോൾ ആഹാ താൻ കിടന്നു എന്ന് ചോദിക്കുന്നു. നേരം ഒരുപാടായി, സച്ചിയേട്ടൻ ഫോൺ ചെയ്യാൻ പോയോണ്ട് അറിയാഞ്ഞതാണ്. നാളെ രാവിലെ എണീക്കണം, അടുക്കള ജോലിക്ക് തീർത്തിട്ട് കുഞ്ഞുമോളുടെ അടുത്ത് കുറേ നേരം ഇരിക്കണം എന്നൊക്കെ അർച്ചന. താൻ കൂടുതൽ നേരം മോളുടെ അടുത്തല്ലേ എന്ന് സച്ചിയേട്ടൻ കരുതുന്ന പോലെയല്ല. ഈ പ്രായത്തിൽ നമ്മളെപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമെന്ന് അർച്ചന. കുഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാൻ ആരും മെനക്കെടുന്നില്ലേ? എനിക്കിങ്ങനെ ഒരു പരിഭവം പോലെ സച്ചി പറയുന്നു. സ്നേഹം അങ്ങോട്ട് പോകുന്നോ എന്നൊരു സംശയം. ഇത് കേട്ട് അർച്ചന പറയുന്നു, എങ്കിലേ അങ്ങനെ ഒരു സംശയം വേണ്ട, എനിക്കിപ്പോൾ അവളോടാണ് കൂടുതൽ സ്നേഹം. നമുക്ക് വേണ്ടേടോ അതുപോലെ ഒരു കുഞ്ഞ് എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുന്നു. അങ്ങനെ വേണമെങ്കിൽ എന്നോടും കുറച്ച് സ്നേഹം കാണിക്കണമെന്നൊക്കെ സച്ചി പറയുമ്പോൾ സച്ചിയുടെ അരികിലേക്ക് ചേർന്നിരിക്കുകയാണ് അർച്ചന. ഒരു കുഞ്ഞ് പോര സച്ചിയേട്ടാ, നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ അർച്ചന. എത്ര വരെ ആകാമെന്ന് സച്ചി? ഒരു ഡസൻ വരെയൊക്കെ ആകാമെന്ന് അർച്ചനയും. അതൊക്കെ ആഗ്രഹം മാത്രമല്ലേ, സച്ചിയേട്ടൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് അർച്ചന. എന്തായാലും താൻ ആഗ്രഹം പറഞ്ഞതല്ലേ, ഒരു ഡസൻ തീർത്തില്ലെങ്കിലും അര ഡസനെങ്കിലും നമുക്ക് ഒപ്പിക്കാമെന്നൊക്കെ ഇങ്ങനെ തമാശ പോലെ സച്ചി പറയുന്നു. ഇങ്ങനെ പരസ്പരം പറഞ്ഞാൽ മാത്രം മതിയോ? അതിനായിട്ട് നമ്മളും ചിലതൊക്കെ ചെയ്യാനുണ്ട്. അര ഡസൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് ഞാൻ ഏറ്റെടുത്തോളാം, താൻ റെഡിയാണെങ്കിൽ മാത്രം.
എന്ന് സച്ചി. പ്രസവിക്കാൻ ഞാൻ റെഡിയാണ്, ഈശ്വരൻ അനുഗ്രഹിച്ചാലെന്ന് അർച്ചന. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രം പോരാ എന്ന് പറഞ്ഞ് നമ്മളുടേതായ കർമ്മങ്ങൾ അതാത് സമയത്ത് ചെയ്യണം. അതിൻ്റെ കൂടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആഗ്രഹം സബലീകരിക്കുന്നത് എന്ന് സച്ചി അർച്ചനയോട് പറയുന്നു. എന്നിട്ട് സച്ചി അർച്ചനയ്ക്ക് ഒരു ചുംബനം കൊടുത്തു. ഇതേ സമയം സ്നേഹ കുടിച്ച് ബോധമില്ലാതെ ബെഡിൽ കിടക്കുകയാണ്. അവന്തിക അവിടേക്ക് വന്നു. ഉറങ്ങ്, എല്ലാം മറന്ന് സ്വസ്ഥമായി ഉറങ്ങ്. മറക്കുന്ന കൂട്ടത്തിൽ നീ ആദ്യം മറക്കേണ്ടത് ധനുഷിനെയാണ്. അവനെ ഇങ്ങ് തന്നേര്. ഈ ഏട്ടത്തേക്ക് അവന് വേണം. ഇനി നിന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് നീയല്ല, ലഹരിയാണ് എന്നൊക്കെ അവന്തിക ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും സ്നേഹ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അവന്തിക. ബെഡിൽ കിടക്കുമ്പോഴും സ്നേഹയുടെ കയ്യിൽ ആ ഗ്ലാസ് ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിര കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കരച്ചിലും. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ പാടുപെടുകയാണ് ആതിര. കരച്ചിൽ കേട്ട് അവിടേക്ക് അർച്ചന ഓടിയെത്തി. എന്താ പറ്റിയത് എന്ന് അർച്ചന ചോദിക്കുന്നു. അറിയില്ല ചേച്ചി, പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയുകയാണെന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുന്നു പാല് നെറുകയിൽ കയറിയതായിരിക്കും എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ എടുത്തു. ടെൻഷനോടെ നിൽക്കുകയാണ് ആതിരയും. അർച്ചന എടുത്ത് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്കും കുഞ്ഞുറങ്ങിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ സമാധാനത്തോടെ ആതിരയും നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ഒരാളെ കാണാൻ എത്തിയിരിക്കുന്നു. ഒരു സ്ഥലത്ത് വെച്ച് അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. മൂർത്തി പറഞ്ഞു വിട്ട ആളാണ് ഇത്, ശങ്കറാണ്. എൻ്റെ ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം എന്നാണ് മൂർത്തി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ശങ്കർ. അപ്പോൾ ഞാൻ ആവശ്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ജയിലിലാണ്, റിമാൻഡിലാണ്. അവനെ ജാമ്യത്തിൽ പുറത്തിറക്കണം. ആൾമാറാട്ടം, കിഡ്നാപ്പിംഗ് ഇതൊക്കെയാണ് കേസ്. ജാമ്യം കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിയും കഴിവുമുള്ള ആൾ തന്നെ വേണം. അങ്ങനെ ഒരാളെ വേഗം കണ്ടെത്തണം. വേഗം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ. പിന്നെ എനിക്ക് വേണ്ടത് ജാമ്യത്തിൽ ഇറങ്ങുന്ന അവന് താമസിക്കാൻ നല്ലൊരു വീടാണ്. ഇത്തരം കാര്യങ്ങളാണ് ശങ്കർ എനിക്ക് ചെയ്ത് തരേണ്ടത്. എന്താ നടക്കുമോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. നടക്കും. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, അഡ്വക്കേറ്റ് വിജയലക്ഷ്മി. ഇതുപോലെയുള്ള കേസ് കൈകാര്യം ചെയ്യാൻ ആൾ മിടുക്കിയാണ്. പക്ഷേ ഫീസ് അല്പം കൂടുതലാണ്. അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ശങ്കർ. ഒരു കുഴപ്പമില്ല, കാശ് എത്ര വേണമെങ്കിലും ഇറക്കാം, കാര്യം നടന്നാൽ മതിയെന്ന് അവന്തിക. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ അഡ്വക്കേറ്റിനെ കാണാം. മേഡം പറഞ്ഞതുപോലെ ഒന്ന് നോക്കാം, വീടും നോക്കാം. വീടിനും അഡ്വക്കേറ്റിനുമുള്ള ക്യാഷ് ഞാൻ അയച്ചേക്കാം. കണ്ടിട്ട് ശങ്കറിനെ വിളിച്ചാൽ മതിയെന്ന് അവന്തിക പറയുന്നു. പിന്നെ അഡ്വക്കേറ്റിനോട് തൽക്കാലം എൻ്റെ പേരും ഡീറ്റെയിൽസും പറയണ്ട, എല്ലാം ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതിയെന്നും അവന്തിക. ഓക്കെ മേഡം എന്ന് ശങ്കറും. എന്നാൽ ശങ്കർ ചെല്ല്, എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം, അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസും തരാമെന്ന് അവന്തിക. അങ്ങനെ ശങ്കർ അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം ട്രീറ്റ്മെന്റിന് വേണ്ടി സന്ധ്യ ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും. ഇപ്പോഴെങ്കിലും നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയത് നന്നായി. അർച്ചന പറയുന്ന ഒരു കുഞ്ഞ് വന്നതിന് ശേഷം സന്ദീപിൻ്റെയും മാധുരിയുടെയും സന്തോഷം ഞങ്ങൾ കാണുന്നതാ. ആ സന്തോഷം ഞങ്ങൾക്ക് വേണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഡോക്ടർ പറയുന്ന ഡേറ്റിൽ ഞാൻ സച്ചിയേട്ടനെയും കൊണ്ട് വന്നോളാം എന്നൊക്കെ അർച്ചന പറയുന്നു. സച്ചിയോട് 2 മിനിറ്റ് പുറത്ത് നിൽക്കാനായി പറയുകയാണ് സന്ധ്യ. അങ്ങനെ സച്ചി പുറത്തേക്ക് പോകുന്നു. സച്ചി പോയതിനു ശേഷം അർച്ചന ഡോക്ടറോട് പറയുന്നു, അത് നന്നായി ഡോക്ടർ. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സച്ചിയേട്ടൻ്റെ പ്രശ്നം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതെന്ന് സച്ചിയേട്ടന് മനസ്സിലായാലോ? ഇതുവരെ ഞാനത് ആ പാവത്തിനെ അറിയിച്ചിട്ടില്ല. പലരുടെയും തകർച്ച കണ്ട് മരവിച്ച മനസ്സാണ് എൻ്റേത്. എങ്കിലും എൻ്റെ സച്ചിയേട്ടൻ തകർന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ സമയം ടെൻഷനോടെ പുറത്തിരിക്കുകയായിരുന്നു സച്ചി. അർച്ചന വീണ്ടും പറയുന്നു, ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കണം, ട്രീറ്റ്മെൻറ്റിന് ഞാൻ സച്ചിയേട്ടൻ്റെ കൂടെ വരാം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമുള്ളതുപോലെ വേണം, സംസാരവും ട്രീറ്റ്മെൻറ്റും ഓക്കെ. അത് ഞാൻ നോക്കിക്കോളാം അർച്ചന. എങ്കിലും സച്ചിക്ക് സംശയം തോന്നാതിരിക്കാൻ ട്രീറ്റ്മെൻറ്റ് അർച്ചനയും എടുക്കണം. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുന്നു, ഡോക്ടർ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എൻ്റെ സച്ചിയേട്ടനും ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ. ആതിരയുടെ കുഞ്ഞിനെ ഞാൻ എടുത്ത് ലാളിക്കുമ്പോഴും കൊണ്ട് നടക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും സച്ചിയേട്ടൻ്റെ മനസ്സ് നീറുന്നുണ്ട്. എനിക്ക് വിഷമമാകുമെന്ന് കരുതി പറയാത്തതാ. അതുപോലെ തന്നെ സച്ചിയേട്ടൻ മോളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാനും തകർന്നു പോകുന്നുണ്ട്. അനിയൻ്റെ കുഞ്ഞിനോട് പോലും ഇത്രയും സ്നേഹം സച്ചിയേട്ടൻ കാണിക്കുമ്പോൾ തനിക്ക് ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ടുണ്ടാവില്ല എന്നറിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും വയ്യ. ഈ വലിയ സത്യം മറച്ചു വെച്ചാൽ ഞാൻ സച്ചിയേട്ടൻ്റെ മുന്നിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ വല്ലാണ്ട് പാടുപെടുന്നുണ്ട് ഞാൻ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായാൽ പറഞ്ഞു പോയാൽ ഞാൻ കാരണം എൻ്റെ സച്ചിയേട്ടൻ എന്നൊക്കെ വിഷമത്തോടെ പറയുകയാണ് അർച്ചന. അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞത്. ഇനിയും ഈ ട്രീറ്റ്മെൻറ്റിന്
തടസ്സങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകില്ല. അർച്ചന ധൈര്യമായിട്ടിരിക്കെ. സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞിനെ സാധ്യതയുള്ളത് കൊണ്ടല്ലേ ഞാൻ കുഞ്ഞിനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് തന്നെ എനിക്ക് സന്ധ്യയും പറയുന്നുണ്ട്. സച്ചിയുടെ പ്രശ്നം നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ. അതിനൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകുമ്പോൾ വേഗം അർച്ചന ഒരമ്മയും സച്ചി ഒരു അച്ഛനുമാകും. അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അർച്ചന ആലോചിക്കേണ്ട. സച്ചിക്ക് ധൈര്യം കൊടുക്കേണ്ടത് അർച്ചനയാണ്. മനസ്സിലായോ എന്നൊക്കെ സന്ധ്യ പറയുന്നു. ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്ന മെഡിസിൻസ് എല്ലാം സച്ചിക്ക് കൊടുക്കണം. പിന്നെ സച്ചിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അർച്ചനയും സച്ചിയുടെ മുന്നിൽ വെച്ച് ഇത് കഴിക്കണമെന്നും പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അർച്ചന കഴിക്കാതിരിക്കുമ്പോൾ സച്ചിയിൽ ചില സംശയങ്ങൾ ഉണ്ടാകും, അതുകൊണ്ടാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.